നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് റെസ്പെക്ട് ആർട്ടിക്കിൾസ് ആണ്. പിന്നെ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റിസ്റ്റോറിംഗ് എർത്ത്സ് റൈറ്റ് ടു ഗുഡ് ഹെൽത്ത് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ വരുന്ന ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്. ഈ പറഞ്ഞ ഈസ്റ്റർഡേ ഏപ്രിൽ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ വേൾഡ് എർത്ത് ഡേ ആണ്. മദർ എർത്ത് ഡേ എന്ന് അറിയപ്പെടുന്ന ദിവസമാണ്. സോ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയാൻ പറ്റുന്നതാണ് ഈ റിസ്റ്റോറിംഗ് എർത്ത്സ് റൈറ്റ് ടു ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വേറൊരു വ്യൂ പോയിന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു വ്യൂ പോയിന്റ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഗ്ലോബലി നോക്കുവാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒബ്വിയസ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ഉണ്ടായ കാര്യങ്ങളാണ്. ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. സോ അതിനെയൊക്കെ തടയാനായിട്ട് പല രാജ്യങ്ങളിലും പല ഗവൺമെന്റുകളും ഓരോരോ പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പോളിസീസ് ഒക്കെ തന്നെ എല്ലാവരും ഓരോ വേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കും, ഞങ്ങൾ ഇന്ന വർഷത്തേക്ക് ആകുമ്പോഴേക്കും ഇന്ന ഗോൾ അറ്റൈൻ ചെയ്യും എന്നുള്ള രീതിയിൽ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷേ ആ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അതിന് വേണ്ടുന്ന രീതിയിലുള്ള പോളിസീസും കാര്യങ്ങളും ഒന്നും തന്നെ ചിലപ്പോൾ അവർ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മിക്ക രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ഓരോരോ പ്രഖ്യാപനങ്ങൾ ഓരോരോ ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒരു ലീഗൽ ബാക്കപ്പ് ഇപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മിക്ക രാജ്യങ്ങളിലും ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളെ തടയാനായിട്ട് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബാക്കപ്പ് നിലവിൽ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓരോ ഗവൺമെന്റുകൾക്കും അവർക്ക് തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മീൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഒരു പോളിസീസ് ഉണ്ടാക്കുന്നതല്ലാണ്ട് നിർബന്ധമായിട്ടും ഒരിടത്തും ലീഗലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മിക്ക രാജ്യങ്ങളിലും ആ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളൊരു മാറ്റമാണ് റീസെന്റ് നമ്മൾ ഇന്ത്യയിലും കണ്ടു തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ DNA ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ടുള്ള മാറ്റങ്ങൾക്കെതിരായിട്ട് നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നിലവിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ 21 ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ ക്ലീൻ ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴേക്കും ഒക്കെ തന്നെ ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 ഒക്കെ തന്നെ നമ്മൾ റീസെന്റ് ഇൻക്ലൂഡ് ചെയ്തായിട്ട് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് ഇനിയും വേണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എൻ്റയർലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇതിലേക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കഷൻ തുടങ്ങിയിരിക്കുന്നത് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ടിൽ നിന്നുമാണ്. സോ അത് പ്രിലിംസിനായിട്ട് ഓർത്തിരിക്കണം. ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട് റിലീസ്ഡ് ബൈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രിലിംസിന് വളരെയധികം ആവശ്യമായിട്ട് മാറിയേക്കാം. ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട് ആരാണ് റിലീസ് ചെയ്യുന്നത്? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇത് 2023 റിലീസ് ചെയ്ത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് 2023 വിൽ ബി ദ ഹോട്ടസ്റ്റ് ഇയർ സിൻസ് വി സ്റ്റാർട്ടഡ് റെക്കോർഡിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ്. 2023 പറയുന്ന ഹോട്ടസ്റ്റ് ഇയർ സിൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയൽ ലെവലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടുള്ള ഏറ്റവും വലിയൊരു ഹോട്ടസ്റ്റ് ഇയർ ആയിരിക്കും 2023 എന്നുള്ളത് ആ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട് ബൈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ പോലെ രാജ്യങ്ങളെല്ലാം മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതും. ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സുപ്രീം കോടതി റീസെന്റ് ഒരു വെർഡിക്റ്റ് ഒരു വെർഡിക്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ് ടു ബി ഫ്രീ ഫ്രം അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. റൈറ്റ് ടു ബി ഫ്രീ ഫ്രം ദ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തത്? ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 കൃത്യമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. കാരണം ഇങ്ങനെയുള്ള ലീഗൽ ബാക്കപ്പ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും സർക്കാരുകളാണെങ്കിലും ഓരോ രാജ്യത്തെ ഗവൺമെന്റുകളാണെങ്കിലും കൃത്യമായിട്ട് ഈ പറഞ്ഞ ഇതിന് ലീഗൽ ബാക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പോളിസീസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തും. മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടി വരിക. സോ ഇവിടേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഇന്ത്യ നമ്മൾ ആ ഒരു സ്വീകരിച്ച ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ച നല്ല കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്, സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ് ഏതൊരു രാജ്യവും വളർച്ചയുടെ പാതയിലേക്ക് പോകുമ്പോഴേക്കും എക്കണോമിക് ഗ്രോത്തിന്റെ പാതയിലേക്ക് പോകുമ്പോഴേക്കും നല്ല രീതിയിൽ എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യാറുണ്ട്. കാരണം മിക്കപ്പോഴും തന്നെ പറയുന്നതാണ് ഗ്രോത്തും പൊല്യൂഷനും ഒരേ രീതിയിൽ പോകും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. എക്കണോമി വളരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നടക്കും. ആ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡും അല്ലെങ്കിൽ മറ്റ് പൊല്യൂട്ടൻസ് ഒക്കെ തന്നെ എമിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത്. ഈവൻ ദോ നമുക്കറിയാം വി ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുകയാണ്. ബട്ട് സ്റ്റിൽ ആ ലെവലിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ കാർബൺ എമിഷൻസ് നമ്മൾ അതിന്റെ രീതിയിൽ കുറച്ചുകൊണ്ട് വരാനായിട്ടാണ് ശ്രമിക്കുന്നത്. നോർമലി രാജ്യങ്ങൾ ഡെവലപ്മെന്റ് പാതയിൽ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ എമിഷൻസ് കൂടാറാണ് പതിവുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഡീകപ്ലിംഗ് എമിഷൻസ്. അത് നല്ലൊരു വാക്ക് തന്നെയാണ്. മെയിൻസിനൊക്കെ എഴുതാനായിട്ട് നമുക്ക് പറ്റിയ നല്ലൊരു വാക്കാണ്. ആസ് വൺ ഓഫ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ്
ഇന്ത്യ ഹാസ് മെയ്ഡ് റാപ്പിഡ് സ്ട്രൈഡ്സ് ഇൻ ദ ഡീകപ്ലിംഗ് എമിഷൻസ് ഫ്രം എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിൽ നിന്നും ആ ഒരു കാർബൺ എമിഷൻസിനെ ഡീകപ്പിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിനകത്ത് കൊണ്ടുവന്ന ആ ഒരു നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ 2005 ലെവലിനെ അപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ വി ആർ ഗോയിങ് സച്ച് ആസ് റെഡ്യൂസിംഗ് ദ എമിഷൻസ് ഇന്റൻസിറ്റി ഓഫ് ഇറ്റ്സ് GDP by 33% to 35% ഫ്രം ദ 2005 ലെവൽ. ആ എമിഷൻസ് ഒക്കെ തന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ we are going to achieve 40% cumulative electric power installed capacity from non fossil fuel sources. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ 41% ഈ ടാർഗറ്റ് നമ്മൾ 2030 നമ്മുടെ ടോട്ടൽ എനർജി പ്രൊഡക്ഷന്റെ 40% റിന്യൂവബിൾ എനർജി ഉത്പാദിപ്പിക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈ 2030. ബട്ട് നമ്മൾ അത് ഓൾറെഡി തന്നെ അച്ചീവ് ചെയ്തു. ഇപ്പൊ നിലവിൽ കറന്റ് പറയുവാണെങ്കിൽ 41% നമ്മൾ ഏത് രീതിയിലാണ് ഉത്പാദിപ്പിക്കുന്നത്, നമ്മുടെ എനർജി നീഡ്സിന്റെ വരുന്നത് റിന്യൂവബിൾ സോഴ്സിൽ നിന്നാണ് വരുന്നത്. അത് 2030 ആകുമ്പോഴേക്കും എത്രയിലേക്ക് വരണം എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? 50% വന്നിരിക്കും. ഓൾറെഡി നമ്മൾ ആ പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് ആ പറഞ്ഞ കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തു. അത് നമ്മൾ കുറച്ചുകൂടെ കൂട്ടി 2030 ആകുമ്പോഴേക്കും 50% എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ ആ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ഓൾറെഡി തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ഇത്തരത്തിൽ സുപ്രീം കോടതി ആണെങ്കിലും അതിന് ലീഗൽ ബാക്കപ്പ് കൊടുത്ത് ഇറ്റ് വിൽ പേ ദ വേ ഫോർ ലീഗൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ക്ലൈമറ്റ് ആക്ഷനെതിരായിട്ട് ഈ പറഞ്ഞ പോലെ ലീഗൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനായിട്ട് അതൊരു ശ്രമം നടത്തും. സോ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ആയാലും അതേപോലെ പ്രൈവറ്റ് സെക്ടർ ആയാലും മറ്റ് സിവിൽ സൊസൈറ്റി ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് കാണുകയുള്ളൂ, എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പോളിസീസ് കൊണ്ടുവന്നത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കൃത്യമായിട്ടും ഇനിയുള്ള നാളുകളിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ എന്താണ് ലോക രാജ്യങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഓരോ വേദിയിൽ ചെന്നിട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് മാത്രമല്ലാണ്ട് ഓരോ രാജ്യങ്ങളും അവരുടേതായ രീതിയിൽ ലീഗൽ ബാക്കപ്പ് കൊണ്ടുവരണം. ക്ലൈമറ്റ് ആക്ഷനെതിരായിട്ട് ലീഗൽ ബാക്കപ്പ് കൊണ്ടുവരണം. ആ ലീഗൽ ബാക്കപ്പ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും സിവിൽ സൊസൈറ്റി ആയാലും ക്ലൈമറ്റ് ചേഞ്ചിനെ സീരിയസ് ആയിട്ട് കാണുകയുള്ളൂ, എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ടും പറഞ്ഞു നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ പേജ് ആണ് ഇത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആർട്ടിക്കിളാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 തന്നെയാണ് വരുന്നത്. സോ എ ലെസൺ ഫ്രം തായ്വാൻ ഇൻ ക്വേക്ക് റിസൈലൻസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിലെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻസിനും അതുപോലെ പ്രിലിംസിനും പഠിക്കേണ്ടതായിട്ടുണ്ട്. മെയിൻസിന്റെ രീതിയിൽ പഠിക്കുമ്പോഴേക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിൾ നമ്മൾ പഠിക്കുന്നത്. പ്രിലിംസിന് പഠിക്കുമ്പോഴേക്കും തായ്വാന്റെ ആ ഒരു മാപ്പ് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. നമുക്കത് നോക്കാം. അടുത്ത സ്ലൈഡിനകത്ത് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇതിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഈ ഒരു ഏപ്രിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തായ്വാനിലെ വലിയൊരു ഭൂമികുലുക്കം റിക്ടർ സ്കെയിലിൽ 7 ഒക്കെ രേഖപ്പെടുത്തിയ വലിയൊരു എർത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേ അളവിൽ തന്നെ ഉണ്ടായ ഒരു എർത്ത് 1999 ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ റിച്ചർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഒരു എർത്ത് സിമിലർ ആയിട്ടുള്ള എർത്ത് 1990 ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് എർത്ത് കമ്പയർ ചെയ്തപ്പോൾ റീസെന്റ് അവിടെ ഒക്കർ ചെയ്ത എർത്ത് മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ അളവ് വളരെയധികം കുറവായിരുന്നു. തായ്വാനിൽ റീസെന്റ് ഇപ്പോൾ ഉണ്ടായ എർത്ത് നാശനഷ്ടങ്ങൾ വളരെയധികം രീതിയിൽ കുറവായിരുന്നു. അതിനുള്ള കാരണങ്ങളാണ് കൃത്യമായിട്ട് മീൻസ് എങ്ങനെയാണ് തായ്വാൻ അത്രത്തോളം ആ ഒരു ഇംപ്രൂവ്മെന്റ് കാഴ്ചവെക്കാൻ സാധിച്ചത്, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എങ്ങനെ അത്ര ഇംപ്രൂവ്മെന്റ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിനകത്ത് എൻറ്റയർലി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തായ്വാന്റെ മാപ്പ് നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതായിരിക്കും നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വരിക. സോ തായ്വാന്റെ ഈ ഒരു മാപ്പ് ഉൾപ്പെടുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിപ്പൈൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ ഈ ലുസോൺ സ്റ്റേറ്റിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലുസോൺ സ്റ്റേറ്റ് അതേപോലെ ഫിലിപ്പൈൻസിയും സൗത്ത് ചൈന സീ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് തായ്വാൻ സ്റ്റേറ്റ് ആണ്. മീൻസ് ഇവിടെ കാണുന്ന മെയിൻലാൻഡ് ചൈന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചൈനയും തായ്വാനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് തായ്വാൻ സ്റ്റേറ്റ്. അതേപോലെ സൗത്ത് ചൈന സീയും ഇവിടെ മുകളിൽ നോക്കുവാണെങ്കിൽ ഈസ്റ്റ് ചൈന സീയും കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിട്ട് വേണമെങ്കിൽ പറയാം ഈ തായ്വാൻ സ്റ്റേറ്റ്. സോ ഇവിടെ നോക്കുക, പെങ്കുവ ചാനൽ എന്ന് പറയുമ്പോൾ മെഗോങ് അതുപോലെ ഒരു ചെറിയൊരു ഐലൻഡ് ആണ്. പെങ്കുവ ഐലൻഡ്സും അതേപോലെ തായ്വാനും തമ്മിലുള്ള ഇടനാഴി ആ ഒരു ചെറിയ നാരോ പാസേജ് ആണ് പെങ്കുവ ചാനൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ നോക്കി വെച്ച് കേട്ടോ. ഈ ഒരു മാപ്പ് കൃത്യമായിട്ടൊന്ന് പഠിക്കുക വേണം, നമുക്ക് ആവശ്യം വരും. കാരണം പിന്നെ മറ്റൊരു കാര്യം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ തായ്വാൻ എന്ന് പറയുമ്പോഴേക്കും ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഏകദേശം 60%
രീതിയിലുള്ള നമ്മുടെ എന്താ പറയാ ചിപ്പുകൾ, ഇലക്ട്രോണിക് ചിപ്പുകൾ ഉണ്ടല്ലോ, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ തന്നെയാണ് നിർമ്മിക്കുന്നത് ഈ തായ്വാൻ കേന്ദ്രീകരിച്ചിട്ടാണ്. സോ മിക്ക ഇലക്ട്രോണിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിലും പുറകിൽ ചിലപ്പോൾ മെയ്ഡ് ഇൻ തായ്വാൻ എന്നൊക്കെ തന്നെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അതൊക്കെ ഏറെക്കുറെയും ഈ പറഞ്ഞ ഇലക്ട്രോണിക് കമ്പോണൻസ്, സെമി കണ്ടക്ടേഴ്സ്, ചിപ്പുകളൊക്കെ തന്നെ നിർമ്മിക്കപ്പെടുന്നത് തായ്വാൻ കേന്ദ്രീകരിച്ചിട്ടാണ്. ഓക്കെ, ശരി, ഈ മാപ്പ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീസെന്റ് ഏപ്രിൽ 2024 അവിടെ ഒരു വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഹാസ് കോസ്ഡ് ഓൺലി മിനിമൽ ഡാമേജ് ആണ് കോസ് ചെയ്തത് കമ്പയർ ടു 1999 എർത്ത് 1999 എർത്ത് മോർ ദാൻ 2430 പീപ്പിൾ ആണ് അവിടെ മരണമടഞ്ഞത്. പക്ഷേ നോക്കുമ്പോൾ റിച്ചർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ 2 എർത്ത് തന്നെയായിരുന്നു ഇത് രണ്ടും. പക്ഷേ 2024 ആയപ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതലും തായ്വാൻ അവബോധരായി, അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്ററിനെ നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രത്തോളം എഫക്റ്റീവായിട്ട് ഈ ഡിസാസ്റ്റേഴ്സിനെ നേരിടാൻ ഇവർക്ക് സാധിച്ചത്? അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ചെറിയ രീതിയിൽ ജോഗ്രഫിയുടെ ഒരു ആംഗിൾ കൂടെ നമുക്ക് പഠിക്കണം. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലേറ്റ് ടെക്ടോണിക്സ്. മിക്കപ്പോഴും ഈ എർത്ത് എന്ന് പറയുമ്പോഴേക്കും പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ടുള്ള എനർജി റിലീസിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള എർത്ത് ആയാലും അല്ലെങ്കിൽ വോൾക്കാനോസ് ഒക്കെ ആണെങ്കിലും ഇറപ്റ്റ് ചെയ്യപ്പെടുന്നത്. ലാസ്റ്റ് ഡേയിൽ നമ്മൾ ആ റിംഗ് ഓഫ് ഫയർ ഒക്കെ തന്നെ പഠിച്ച് ഓർക്കുന്നുണ്ടാവും. പസഫിക് റിംഗ് ഓഫ് ഫയറിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, ഇന്തോനേഷ്യയുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ശരി, പ്ലേറ്റ് മൂവ്മെന്റ്സ് 3 രീതിയിലാണുള്ളത്. ഒന്നാമത്താണ് കൺവേർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ് ആണെങ്കിൽ 2 പ്ലേറ്റുകൾ, ഇപ്പം സപ്പോസ് 2 പ്ലേറ്റുകളെന്ന് വിചാരിക്കാം, ഇവ തമ്മിൽ സെയിം ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കുമാണ് കൺവേർജന്റ് ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാണ് ഡൈവേർജന്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് 2 പ്ലേറ്റുകളാണെങ്കിൽ ഇവ രണ്ടും എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അതിനാണ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി മൂന്നാമത്തതാണ് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയുമ്പോഴേക്കും ഈ 2 പ്ലേറ്റുകൾ അന്യോന്യം ഈ പറഞ്ഞ പോലെ റബ്ബ് ചെയ്ത്, ഈ പറഞ്ഞ പോലെ ഒരിഞ്ഞ്, അല്ലെങ്കിൽ ഫ്രിക്ഷന്റെ ആ ഒരു എന്താ പറയുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോഴേക്കും അത് തമ്മിൽ ഒരിഞ്ഞ ആ ഒരു ഫ്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ റബ്ബിംഗ് നേച്ചർ ആണ് ട്രാൻസ്ഫോം പ്ലേറ്റ് മൂവ്മെന്റ്സിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്ഫോം പ്ലേറ്റ് മൂവ്മെന്റ്സും അതേപോലെ തന്നെ കൺവേർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ്സും നടക്കുന്ന സ്ഥലങ്ങളിലാണ് വ്യാപകമായിട്ട് എർത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. നേരെ തിരിച്ച് ഡൈവേർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലും എന്ത് കാണപ്പെടാറുള്ളത്, വോൾക്കാനിക് ഇറപ്ഷൻസ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു തായ്വാൻ എന്ന് പറയുന്നത് നമ്മൾ പസഫിക് പ്ലേറ്റും അതേപോലെ പസഫിക് സീ പ്ലേറ്റും അതേപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ കൺവേർജന്റ് ആകുന്നതിന്റെ ആ പോയിന്റിന് മുകളിലാണ് തായ്വാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തായ്വാൻ കേന്ദ്രീകരിച്ച് മിക്കപ്പോഴും എർത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. സോ സ്ഥിരം ഈ പറഞ്ഞ എർത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായിട്ടും ഇവർക്ക് ഇതിനെ വളരെയധികം രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. തായ്വാൻ അറിയപ്പെടുന്ന കൺട്രി ഓഫ് സ്ട്രോങ് എർത്ത് കൂടിയാണ്. സോ എർത്ത് ഇത്രയും ഉണ്ടായിട്ടും ഇവർക്ക് ഇപ്പോൾ നിലവിൽ ഇതിനെ നല്ല രീതിയിൽ എന്താ പറയുക, ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ 1919 എർത്ത് ഇവർക്ക് വലിയൊരു ലെസൺ കൂടിയായിരുന്നു, പാഠം കൂടിയായിരുന്നു, എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു വേക്കപ്പ് കോൾ കൂടിയായിരുന്നു. ക്രിട്ടിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനുള്ള വേക്കപ്പ് കോൾ കൂടിയായിരുന്നു. അതോടുകൂടി ഇവർ കൃത്യമായിട്ട് പഠിച്ചു. അതിനുശേഷം ഈ പറഞ്ഞത് ഐലൻഡ് നേഷൻ ഹാസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് എർത്ത് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്. ഇപ്പോൾ നിലവിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എർത്ത് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ഉള്ളത് ആർക്കാണ്? തായ്വാൻ എന്നുള്ള കാര്യം ഓർക്കുക. എലോങ് വിത്ത് ഏർലി വാർണിംഗ് സിസ്റ്റം, എർത്ത് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ തന്നെ ഉള്ളത് തായ്വാനാണ്. പിന്നെ രണ്ടാമത് ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് അവയർനെസ് കൊടുത്തു. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം ഇതാണ്, ജനങ്ങളെ കൃത്യമായിട്ട് അവയർനെസ് ആക്കണം ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. സോ അവയർനെസ് ക്യാമ്പയിൻസ്, ഇങ്ങനെ ഒരു അലേർട്ടും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത്, അതിനുവേണ്ടിയുള്ള മോക്ക് ഡ്രില്ലുകൾ, മോക്ക് ഡ്രില്ലുകളൊക്കെ തന്നെ ഫ്രീക്വന്റ് ആയിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അവർ കൊടുക്കാറുണ്ട്. ഇനി അത് മാത്രമല്ലാതെ ഗവൺമെന്റ് കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ്സ് ദ എർത്ത് സേഫ്റ്റി റിക്വയർമെന്റ്സ് ഓഫ് ദ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് സ്റ്റോക്സ്. അവിടെ ഓൾറെഡി ഉള്ള ബിൽഡിങ്ങുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ടും എർത്ത് ബിൽഡിംഗ് കോഡ്സ് അനുസരിച്ചിട്ടാണോ പണിയുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ആ ബിൽഡിംഗ് കോഡ്സ് എല്ലാം തന്നെ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റും ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. ആൻഡ് സെവറൽ ഇൻസെന്റീവ്സ് വെയർ ഓൾസോ ഗിവൺ ഫോർ ഇൻസെന്റീവ്സ് റെസിഡൻസ് ബൈ ഓഫറിംഗ് സബ്സിഡീസ് ടു ഇംപ്രൂവ് ദ ക്വേക്ക് റെസിസ്റ്റൻസ് ഓഫ് ബിൽഡിംഗ്സ്. ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും എർത്ത് റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പൈസ ആവശ്യമായിട്ട് വന്നേക്കാം. പലപ്പോഴും പൈസയുടെ ലിമിറ്റേഷൻ വരുമ്പോഴേക്കും ജനങ്ങൾ അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡികൾ ഓഫർ ചെയ്യാറുണ്ട്. ഈ ഒരു എന്താ പറയുക, ബിൽഡിംഗ് കോഡ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങുകൾ എർത്ത് റെസിസ്റ്റന്റ് ആക്കി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും സബ്സിഡീസും കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് പറയാൻ സാധിക്കും. ഇങ്ങനെ പോയതുകൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള എർത്ത് വേക്കുകളെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചത്, തായ്വാന് സാധിക്കുന്നുള്ളൊരു കാര്യം ഓർക്കാം. സോ വിത്ത് ദ നോളജ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് എർത്ത് വേക്സ് ഇൻ ഈച്ച് സോഴ്സ് ആൻഡ് ഹൗ സിവിയർലി ദ ഗ്രൗണ്ട് ഷേക്സ് ഇൻ പർട്ടിക്കുലർ ഏരിയ, സ്പെസിഫിക് സീസ്മിക് കോഡ്സ്, അത് ഓരോ സ്ഥലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് സീസ്മിക് കോഡ് ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ തായ്വാൻ എൻ്റയർ ആയിട്ടുള്ളതല്ല, ഓരോ പ്രദേശങ്ങളിലും അവിടെ ഉണ്ടാകുന്ന എർത്ത് വേക്കിന്റെ അളവ് എങ്ങനെയാണ്, അത് എത്രമാത്രം ശക്തിയിലാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഓരോ പ്രദേശങ്ങൾക്കും വേണ്ടുന്ന
സീസ്മിക് കോഡാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടും, മൈന്യൂട്ട് ആയിട്ടും, ആക്യുറേറ്റ് ആയിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയത് കൊണ്ടിട്ടാണ് തായ്വാന് ഇതിനെ നേരിടാൻ ഇപ്പോൾ എർത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് നേരിടാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കേസ് സ്റ്റഡീസ് ആയിട്ട് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിനകത്ത് ആവശ്യം വരും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ പ്രദേശങ്ങൾ എർത്ത് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ആ മേഖലകൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് എർത്ത് ഉണ്ടാകും നമ്മൾ കേൾക്കുന്നതാണ് വാർത്തകളിൽ. പക്ഷേ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വേണ്ടിയുള്ള നല്ലൊരു എന്താ പറയുക, ഒരു ലെസൺ ആയിട്ട് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് ആരെ കാണിക്കാൻ സാധിക്കും? തായ്വാന്റെ ഈ ഒരു എക്സാമ്പിൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എക്സാമിന് വ്യൂ പോയിന്റിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ 2 ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്